നമസ്കാരം. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്രസംഗത്തിലൂടെയാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ക്രിസ്റ്റ്യൻ ലഗാർഡ് എന്ന പ്രമുഖ വ്യക്തി നടത്തിയ ഒരു പ്രസംഗമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ വിഷയം. അവർ ഒരു G8 സാമ്പത്തിക ശക്തിയുടെ ധനകാര്യമന്ത്രിയും അന്താരാഷ്ട്ര നാണയനിധിയുടെ തലപ്പത്ത് വന്ന ആദ്യ വനിതയുമാണ്. 2014 മെയ് 19 വാഷിംഗ്ടൺ DC-യിൽ വച്ച് നടന്ന ഒരു പ്രസംഗത്തിൽ സാമ്പത്തിക രംഗത്തെ സ്ത്രീകളുടെ പഠനം, തൊഴിൽ, നേതൃത്വം എന്നിവയ്ക്ക് അവസരങ്ങൾ തുറന്നുകൊടുക്കാൻ അവർ ആഹ്വാനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ ലക്ഷ്യം പൂർണ്ണമായി നേടാൻ നമുക്കിനിയും ഒരുപാട് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഈ ലക്ഷ്യം എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ച് ക്രിസ്റ്റ്യൻ ലഗാർഡ് മുന്നോട്ടുവച്ച ആശയങ്ങളാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനായി അവർ മുന്നോട്ടുവച്ച 3 പ്രധാന ഘടകങ്ങളാണ് 3 L-കൾ, അഥവാ ലേണിംഗ്, അതായത് പഠനം, ലേബർ, അതായത് തൊഴിൽ, ലീഡർഷിപ്പ്, അതായത് നേതൃത്വം. 1. പഠനം, അതായത് ലേണിംഗ്. ഏതൊരു മാറ്റത്തിന്റെയും അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ സ്ത്രീകൾക്ക് സ്വയം സഹായിക്കാൻ സാധിക്കുന്നു. ഒപ്പം അവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ വിലങ്ങുകളെയും ഭേദിക്കാൻ അവർക്ക് കഴിയും. വികസ്വര രാജ്യങ്ങളിൽ ഇത് കൂടുതൽ ആവശ്യമാണ്. ഒരാഫ്രിക്കൻ പഴമൊഴി ഇങ്ങനെ പറയുന്നു: നിങ്ങളൊരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ നിങ്ങളൊരു പുരുഷനെ പരിശീലിപ്പിക്കുന്നു. നിങ്ങളൊരു പെൺകുട്ടിയെ പഠിപ്പിച്ചാൽ നിങ്ങളൊരു ഗ്രാമത്തെയാണ് പരിശീലിപ്പിക്കുന്നത്. 2. തൊഴിൽ, അതായത് ലേബർ. പഠനം ആദ്യപടിയാണെങ്കിൽ തൊഴിൽ രണ്ടാം പടിയാണ്. തൊഴിൽ സ്ത്രീകളെ അവരുടെ യഥാർത്ഥ കഴിവുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകൾ പലപ്പോഴും കുറഞ്ഞ ശമ്പളവും താഴ്ന്ന പദവിയും സുരക്ഷിതമല്ലാത്തതുമായ ജോലികളിലാണ് ഒതുങ്ങിക്കൂടുന്നത്. ലോകമെമ്പാടുമുള്ള കണക്കുകൾ നോക്കിയാൽ ഒരേ വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിലുമുണ്ടായിട്ടും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ശമ്പളത്തിന്റെ 3/4 മാത്രമേ ലഭിക്കുന്നുള്ളൂ. തുല്യ ജോലിക്ക് തുല്യവേതനം എന്നത് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങളിൽ ഒന്നായിരിക്കണം. സാമ്പത്തിക പങ്കാളിത്തത്തിലെ ലിംഗപരമായ വിടവുകൾ ഇല്ലാതാക്കിയാൽ ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് സമീപകാല ഗവേഷണങ്ങൾ പറയുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കും. ഇതിനായി നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, സ്വത്ത് അനന്തരാവകാശ നിയമങ്ങൾ സ്ത്രീകൾക്ക് വിവേചനമുണ്ടാക്കാത്ത രീതിയിൽ മാറ്റിയെഴുതണം. കൂടാതെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ ആവശ്യമാണ്. സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിനായി അവർക്ക് കൂടുതൽ വായ്പകൾ ലഭ്യമാക്കണം. 3. നേതൃത്വം, അതായത് ലീഡർഷിപ്പ്. മൂന്നാമത്തെ L നേതൃത്വമാണ്. ഇത് സ്ത്രീകളെ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരാൻ സഹായിക്കുന്നു. സ്ത്രീകൾക്ക് നേതൃത്വപരമായ കഴിവുകളുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ പോലെ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കും. ചിലപ്പോൾ അവരെക്കാൾ നന്നായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അവർ സമവാദം, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക, അനുകമ്പ, ദീർഘകാല സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ കഴിവിനൊത്ത ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടാകാം. എന്നാൽ അവർ ആ ചിന്താഗതി മാറ്റുകയും തങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് അപകടസാധ്യതകൾ ഏറ്റെടുക്കാനും തയ്യാറാവണം. എന്നിരുന്നാലും വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പോലും പലപ്പോഴും തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിലായാലും ബിസിനസ്സുകളിലെ ഉയർന്ന പദവികളിലായാലും ഈ തടസ്സങ്ങൾ നിലനിൽക്കുന്നു. ഈ 3 L-കളും നമ്മളെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും. തടസ്സങ്ങളോ മുൻവിധികളോ ഇല്ലാതെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ കഴിവുകൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ മാറ്റത്തിനായി ധൈര്യപ്പെട്ടാൽ ആ മാറ്റം തീർച്ചയായും നല്ല ഫലം നൽകും. നന്ദി.